അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ. ഫിറോസിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക, ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും, അതും എൻ്റെ മാക്സിമം ഞാൻ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇരിക്കും, സമാധാനത്തിൽ ഇരിക്കും. ഇത് വലിയ ടോപ്പിക്കൊന്നുമല്ല, മറ്റേ അന്താരാഷ്ട്ര ചർച്ചയൊന്നുമില്ല. ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ രേണുസുതി എന്നാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. ഒരു ഗുണവുമില്ല. ചുമ്മാ ആൾക്കാർക്ക് കാണാം, ഇവളുടെ ഉടായ്പകൾ വീണ്ടും പൊളിഞ്ഞല്ലേ. ഈ സെറ്റപ്പിൽ നിന്ന് കണ്ടിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് കൈയടിച്ചിട്ട് പോവാ. ഇത്ര മാത്രമേ ഉള്ളൂ ഈ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറയല്ല രേണു, നീ ഇപ്പം വലിയൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ കാരണം എത്ര ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതാവുന്നുണ്ടെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അതും നിന്നെ സഹായിച്ച ആൾക്കാർ. ഒരു സമയത്ത് നിന്നെ സഹായിച്ച ആൾക്കാർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നില്ല. നീ റീസെന്റ് ആയിട്ട് വന്നിട്ട് 1-2 സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബിഷപ്പിനെതിരെ, അതൊരു വഴിക്ക് പോയി അങ്ങേര് എല്ലാത്തിനും അടിച്ചേറി കയറ്റി ഒരു വഴിക്ക് വിട്ടിട്ടുണ്ട്. മറ്റൊരു വഴിക്ക് KHDC സംഘടനയിലെ നിനക്ക് വീട് വെച്ച് തന്ന ഫിറോസ് ബായിയെ പറ്റിയിട്ട് നീ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നു രേണു, മട്ടല് വെട്ടി അടിക്കണം, നിന്നെ മട്ടല് വെട്ടി അടിക്കണം. ഉള്ള കാര്യമാണ് പറയുന്നത്. നീ അമ്മാതിരി കോപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കാരണം ആ വ്യക്തിക്ക് ഇപ്പം വേറൊരു രീതിയിലുള്ള ഒരു പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേര് ആ സെറ്റപ്പിലുള്ള രീതിയിലാണ് നീ അന്ന് അടിച്ചു വെച്ചിട്ട് പോയത്. എന്തായാലും നീ അന്ന് അടിച്ചു വച്ചിട്ട് പോയ ഡയലോഗ് നമുക്ക് കാണാം. അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. എന്തോ കുത്തി പറയും പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ടുപേരും നല്ല ടേംസിലായിരുന്നു, നല്ല സൗഹൃദത്തിലായിരുന്നു. ഈ സാധനം കുത്തി പറയുമ്പോ ആദ്യം മുതൽ ഞാനിങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു മാനേജ് ഇവളെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെ വേറെ പല യൂട്യൂബേഴ്സും ഈ ഫിറോസ് ബായും ഈ രേണുവിനെ വെച്ചിട്ട് അപരാധങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നി. ആ വ്യക്തി മനസാ വാചാ കർമ്മന അറിയാത്ത കാര്യങ്ങൾ വച്ചിട്ട് ഈ ഒരുത്തിയായിട്ട് വെച്ചിട്ട് പറഞ്ഞ് അപരാധമൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്രയും ഗതികെട്ട ഒരുത്തനാണ് ഫിറോസ് ബായ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്രയ്ക്ക് അതപ്പതിച്ചൊന്നും പോയിട്ടില്ല ഫിറോസ് ബായ്. സത്യം, ഇതിന്റെ അടുത്തൊക്കെ വരാമോ? അത്രയ്ക്ക് അതപ്പതിച്ചു പോയാ ഫിറോസ് ബായ്? അത്രയ്ക്ക് ഗതികേടൊന്നുമില്ല ഫിറോസ് ബായിക്ക്, കേട്ടാ. ഇത്രയ്ക്ക് ഗതികെട്ട ഒരു മനുഷ്യനെ അല്ലേ, അതാദ്യം മനസ്സിലാക്ക്. ഫിറോസ് ബായ് ഏതോ ചുമ്മാ എവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാ? അത്രയ്ക്ക് ഗതികെട്ടവനൊന്നും അല്ലേ നമ്മളെ ഫിറോസ് ബായ്. ചുമ്മാ അങ്ങനെ പറ്റിയിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കാനായിട്ട്. അപ്പൊ രേണു ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വയ്ക്കുന്ന സമയത്ത് തള്ള കുറെ പേര് ചിന്തിക്കത്തല്ല, അപ്പൊ ഇവര് ടേംസിലായിരുന്നല്ലേ. ഈ ഒരു സാധനം ഇൻഡയറക്ട്ലി ജനങ്ങളുടെ ഇടയിലേക്ക് രേണു ഇട്ടു കൊടുക്കുകയാണ്. വീണ്ടും ഇവക്ക് സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരെ സൈബർ അറ്റാക്കിനും അല്ലെങ്കിൽ നാട്ടുകാരുടെ തള്ളക്കുള്ളിക്ക് വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുകയാണ് രേണു ചെയ്യുന്നത്. എന്തിന്? ഈ സംഭവം ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ വന്നു. ഞാനൊന്ന് കൊടുക്കാം. ഇക്കയും ഞാനും നല്ല സൗഹൃദത്തിലായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട് രേണുസുതി. ഇക്ക മറന്നാലും ഞാൻ ആ മെസ്സേജ് ഒന്നും മറക്കില്ല. തന്നെ തെറി വിളിച്ച ഫിറോസിനെ രേണുവിന്റെ മറുപടി. അതായത് ഇക്ക അയച്ച മെസ്സേജ് രേണു മറക്കില്ല, നെഞ്ചിൽ കുടിയിറക്കും എന്നുള്ള സെറ്റപ്പിലാണ് ആ മെസ്സേജിനെ എടുത്തു പറയുന്നത്. ഇത് കേൾക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ എന്ത് വിചാരിക്കും? തള്ളേ, അപ്പൊ ഇക്ക വെടലയാണല്ലേ, ഇക്ക നല്ലവനാണ്, പുറത്ത് വീട് വീട് വീട്, അകത്ത് മെസ്സേജ് മെസ്സേജ് മെസ്സേജ്. ഈ ഒരു രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ഫിറോസ് ബായിയെ പറ്റിയിട്ട് നല്ല നെഗറ്റീവ് വരും. അയാള് നിന്നെ പോലെ ഉളുപ്പില്ലാണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല രേണു. സത്യം, നിനക്കാണെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസം വിളിച്ചു പറഞ്ഞ് പുറത്ത് എന്തെങ്കിലും നാട്ടുകാരെ തെറിവിളി കിട്ടിയാലും കുഴപ്പമില്ല, കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക, ചീഞ്ഞളിഞ്ഞ് നടക്കുക. അതിന്റെ ഒരു സ്ഥിരം ഇതാണ്. അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ കിടക്കത്തില്ല, അല്പന ഐശ്വര്യം കിട്ടിയ അത്ര രാത്രിയും കുട പിടിക്കും. ഇതൊക്കെ ഞാൻ നിനക്ക് ചേർന്ന കുറെ ഡയലോഗുകളാണ്, പഴഞ്ചൊല്ലുകൾ, ഓൾഡ് ചൊല്ലുകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിനക്ക് ചേർന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നീ ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഫിറോസ് ബായിയെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ നിന്നെ പോലെ ചീഞ്ഞളിഞ്ഞ ഇമേജ് കൊണ്ട് നടക്കുന്ന വ്യക്തികളല്ല. അങ്ങനത്തെ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ആരോപണം കേൾക്കേണ്ടി വരുമ്പോൾ എത്രത്തോളം അയാളുടെ ക്രെഡിബിലിറ്റി ബാധിക്കും, അയാളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും. എന്ന് വെച്ചിട്ട് ഭാര്യ ഇട്ടിട്ട് പോവുക അങ്ങനെയൊന്നും അല്ല.
പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ ഒരു ആരോപണം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മുന്നിൽ അയാൾക്ക് തന്നെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. വല്ലാത്തൊരവസ്ഥയാണ്. ഇതുപോലെ ഒരെണ്ണത്തിനെ സഹായിച്ച് ഇത്രയും ഗതി പിടിക്കാതെ പോയ ആൾക്കാർ ആയിപ്പോയല്ലോ ഫിറോസ് ബായും ബിഷപ്പും എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം, നന്ദി ചെയ്തിട്ട് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതിന്റെ ഒരു ഗതികേട് അത് ഒരു മനുഷ്യർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് അനുഭവിക്കുന്നതെങ്കിൽ ഓക്കെ, ഇതൊരാളെ സഹായിച്ചിട്ട് അവരിൽ നിന്ന് തിരിച്ച് തീട്ടം വാരി എറിയുന്ന അവസ്ഥ ഉണ്ടായി അത്രയും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. അതാണ് ഫിറോസ് ബായിയുടെയൊക്കെ അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ്. രേണു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സാധനം ഇട്ടുകൊടുത്താണ്. മനഃപൂർവ്വം ഫിറോസ് ബായിയെ ഈ ഒരു അർത്ഥത്തിലെങ്കിലും ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് നീ അവളുമായിട്ട് ടാൻസിൽ ഇരുന്നിട്ടാടാ നീ ഇപ്പൊ അവളെ ചീത്ത വിളിക്കുന്നു എന്നുള്ളൊരു ചർച്ച വരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം രേണു ഇട്ടുകൊടുത്തതാണ് ഫിറോസ് ബായിയൊക്കെ. ഞാൻ ആ ഫിറോസ് ബായി എടുത്ത് അന്ന് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ചോദിച്ച സമയത്തും പറഞ്ഞു ഫിറോസ് ബായി പലരും പല അപരാധങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫിറോസ് ബായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് മറുപടിയും തന്നിട്ടുണ്ടായിരുന്നു. ഇനി രേണുവായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങൾ ഫിറോസ് ബായിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രേണുവിനെ തെറി പറഞ്ഞ് രേണുവിന്റെ അച്ഛനെ തെറി പറഞ്ഞും കൊണ്ട് ഫിറോസ് ബായി വരത്തില്ല. പക്ഷെ ഫിറോസ് ബായി നല്ല ടേംസിലായിരുന്നു. വീട് പണി നടക്കുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും, അങ്ങനെ നല്ല ടേംസിലായിരുന്നു. പക്ഷെ പിന്നെയല്ലേ ഫിറോസ് ബായിക്ക് മനസ്സിലായി ഇതൊക്കെ ചീഞ്ഞളിഞ്ഞ കേസുകളാണ്, ഇതിനെയൊന്നും നമ്മുടെ കൂടെ നിർത്താനോ സംസാരിക്കാനോ പോലും കൊള്ളാത്ത ടീംസുകളാണെന്ന് പിന്നെയാണ് ഫിറോസ് ബായിക്ക് അറിഞ്ഞത്. അതേ തുടർന്നാണ് ഫിറോസ് ബായിക്ക് അവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അല്ലാതെ മറ്റേ ഉദ്ദേശത്തോടെ മറ്റേ ടേംസിൽ ഇരുന്നെന്നല്ല. കുറെ അപരാധി മക്കൾ അങ്ങനെ ചിന്തിക്കും. രേണുവിന്റെ അന്ധമായിട്ടുള്ള ഫാൻസുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആർത്തുല്ലസിക്കും. പറഞ്ഞിട്ട് കാര്യം എന്തോന്ന്. ഫിറോസ് ബായാണ് വിവിയുടെ അടുത്ത് ഒരു വോയിസ് അയച്ചിട്ടുണ്ടോ? ഞാൻ ആ വോയിസ് ഒന്ന് കൊടുക്കാം, നിങ്ങൾ ഫുള്ളൊന്ന് കേട്ടോക്ക്, എന്നിട്ട് ഞാൻ പറയും. വിവി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി നിൽക്കല്ലേ, രേണു സുധി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം കേട്ടോ, രേണു സുധി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മറന്നു കഴിഞ്ഞാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. നമ്മളൊരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം ചില ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ 1-2 തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുവായിട്ടല്ല, രേണുവായിട്ട് രേണുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു ഞാനത് അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10-20 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലതെന്ന് പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈൻറ്റ് കാരണം. ഓക്കെ, എനിവേ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ ഒന്നുമല്ല വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞാൽ ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിൻ്റെ മുന്നൊരിക്കൽ സംസാരിച്ചിട്ടുള്ളൂ. കൂടുതലും ഞാൻ ഇവരുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ടാവും അവിടെ. വീടിൻ്റെ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ദോ ആ വീടിൻ്റെ പേര് ഇടൽ ഇതിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധില എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധിലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അതിൽ നമ്മുടെ ഒരു എന്താണ് ഡിസൈൻ ബൈ HDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടാവില്ല, അത് വെച്ചോളൂ, നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിൻ്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറേ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ൻ്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ വീടായത് എന്നുള്ളത് പലർക്കും അറിയില്ല.
സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും ആ അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാരെ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറയാം, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല. എനിക്ക് നാട്ടുകാരെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പൈസ എടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയിരുന്നതാണ്. ഒരു 40,000 50,000 വരെ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസക്ക് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല. നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ലാതെ നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനൊന്നും എനിക്കില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതേപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അല്ലാതെ നിങ്ങളീ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും, അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അതെൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞതിന് ഞാൻ ഈ പറയുന്ന ആൾക്കാരോട്, ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറയാം, അല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രേണു ഈ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട് പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് വെച്ചാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. സ്കൂളിൻ്റെ പടി ചവിട്ടാത്ത കുറേ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിട്ട് വരുന്നത്. ഇവർക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറേ കമൻറ്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറേ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കളെ. നിങ്ങൾക്ക് പോലെ ആ മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിലിറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്, അതിനകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്ത് വല്ലവൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. അപ്പോൾ പറഞ്ഞു വന്ന രേണുവിൻ്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിൻ്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്താ വെച്ചാൽ അതുവരെ ആയിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും, അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരെ ഉണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ അത് അവിടെ ബ്രേക്കായി. അതിനുശേഷം രേണുവിന്റെ വീട്ടിൽ പോവുകയോ രേണുവുമായിട്ട് സംസാരിക്കുകയോ രേണുവുമായിട്ട് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ രേണുവിൻ്റെ മൊബൈൽ നമ്പർ പോലും എൻ്റെ മൊബൈലിലില്ല. അത് ആ വീട് താമസം കഴുത്തിൻ്റെ ആ സമയത്ത് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അവളുടെ അച്ഛൻ്റെ നമ്പർ ഉണ്ട് തോന്നുന്നു. അതെന്താ വെച്ചാൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വീടിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പർ വീണ്ടും സേവ് ചെയ്ത് വെച്ചു, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി.
ഫിറോസ് ഭായിയുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു രേണു എന്ന് പറഞ്ഞ് രേണു ഒരു വീഡിയോ ഇട്ടതിന് ശേഷം അത് വലിയ വിവാദമായിട്ടുണ്ട്. കാരണം ഫിറോസ് ഭായിയായിട്ട് നല്ല ടെൻഷൻ തള്ളി മറ്റേ രീതിയിൽ എന്നുള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം രേണു വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ പറയാമല്ലോ, എല്ലാത്തിലും എക്സ്പ്ലനേഷൻ ഇടുന്ന രേണുവിന് പറയാമല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഒരു പോസ്റ്റ് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു പോസ്റ്റെങ്കിലും ടൈപ്പ് ചെയ്ത് ഇടാമായിരുന്നു, അതെങ്കിലും ഇട്ടോ. ഇല്ല, ഇടത്തിലാണ്. ഇത് ഇനി കുറെ വിവാദമായിട്ട് നാട്ടുകാർ കുറെ ഫിറോസ് ഭായിയും തെറി വിളിച്ചിട്ട് എല്ലാം തിരിച്ചു വരട്ടെ എന്നുള്ള മൈൻഡിലാണ് രേണു. എന്തായാലും ഭയങ്കര തൊലിക്കട്ടിയാണ് കേട്ടാ, അത് അപാരം തന്നെയാണ്. ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും തൊലിക്കട്ടി? ഏത് ക്രീമാ യൂസ് ചെയ്യുന്നേ? പറയാനേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വാങ്ങിച്ച് തേക്കായിരുന്നു. അത്രയും തൊലിക്കട്ടി കിട്ടുന്ന ക്രീം. അയ്യോ, എന്ത് തൊലിക്കട്ടി! അപാരം അപാരം. ഈ തൊലിക്കട്ടി ആർക്കും കേരളത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം തൊലിക്കട്ടി, പീക്ക് ലെവൽ. എന്തായാലും ഫിറോസ് ഭായിയുടെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ, അദ്ദേഹമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിച്ച് പാവങ്ങളെയൊക്കെ സഹായിച്ച് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ്. അവരുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഇതാണ് അവസ്ഥ, ഗതികെട്ട അവസ്ഥ. ഇത്രയും ഗതികെട്ട അവസ്ഥ ഒരുത്തനും ഒരുത്തിക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആ വ്യക്തിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കേൾക്കേണ്ടി വരുന്നത്, അത് അവരുടെ ആ ഒരു സംഘടന, ആ ഒരു മൊത്തം അതെല്ലാം താറുമാറാക്കുന്ന രീതിയിലോട്ടാണ് ഈ രേണുവൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇത്രയും ഗതികെട്ട മനുഷ്യന്മാര് ഞാൻ ആലോചിക്കുക, എന്തോന്നിട്ട് അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ പോരായിരുന്നു. എല്ലാം കണക്കാ, കുടുംബത്തിലുള്ള എല്ലാം കണക്കാണ്. ഈ തങ്കച്ചനെയും രേണുവിനെയൊക്കെ ഫിറോസ് ഭായി പച്ചത്തെറി വിളിച്ചാൽ കൂടി തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് അവര് ഡിസർവ് ചെയ്യുന്നുണ്ട് ആര് തെറി വിളി കേൾക്കാനായിട്ട്. തങ്കച്ചനൊക്കെ എന്നാ വീടിനെ ചൊല്ലി കളക്കി ഓർമ്മയുണ്ട, ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു തരത്ത് ഇപ്പൊ തന്നെ ഞാൻ ഈ സെറ്റപ്പിലായിരുന്നു. എന്നിട്ട് ചൊറണ്ടി ഇളക്കണ്. എന്ത് മനുഷ്യരുടെ ഇതൊക്കെ. ഇത് അർഹതയില്ലാത്തവരാണ്. അർഹതയില്ലാത്തവരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയിട്ടോ കൊടുത്തിട്ടോ കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ വിവാദം ഇവിടെ വെച്ചെങ്കിലും രേണു സ്റ്റോപ്പ് ചെയ്യും. നീ കാരണം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ബിഷപ്പ്, ഫിറോസ് ഭായിയൊക്കെ പോലുള്ള ആൾക്കാർ. അതെല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാണ്, നീ നിന്റെ കുടുംബം. നിങ്ങൾ ഈ ചെളിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നിന്നെയൊക്കെ ഒരു സമയത്ത് കയറിക്കെടുക്കാൻ ഒരു ഇടമില്ലാതെ തെരുവിൽ കിടന്ന സമയത്ത് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് നിനക്കൊക്കെ ഒരു ഇടം തന്ന ആൾക്കാരാണ് നീ ഇപ്പൊ ചെളിവാരി അടിക്കുന്നവർ. ഈ നന്ദികേടിനുണ്ടല്ലോ അനുഭവിക്കേണ്ടിയാണോ? അനുഭവിക്കാതെ ഒരിടത്തും പോകത്തില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിന് അല്ലേ? അതുകൊണ്ട് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യേ. ഇങ്ങനത്തെ ഗതികെട്ട മനുഷ്യർ ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ബൈ.